10 തരം സോഡകളാണ് മെനുവിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഡിമാൻഡ് ഈ കാണുന്ന പാലക്കാടൻ മസാല സോഡക്ക് തന്നെയാണ്. आपके पास सोडा है? हाँ सोडा है, 10 वैरायटी सोडा 10 वैरायटी सोडा है आपके पास. हाँ कौन से है? पैशन फ्रूट सोडा है, जिंजर सोडा है, लाइम सोडा है, वाटरमेलन सोडा है, ग्रेप सोडा है, लाइम सोडा है, पलागट सोडा है. पालकाड़न कौन सा है? वो वाला है, पलागट से है वो. ओके, काम करो मेरे को ये पालकाड़ दे दो, दूसरा एक पाइनएप्पल सोडा है ना? पाइनएप्पल सोडा. हाँ वो दोनों दे दो. കൂടാതെ ജ്യൂസിലും നമ്മുടെ പരിസരത്ത് അധികം ഇല്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് അത്ഭുത മുന്തിരി. മാങ്ങയും മുന്തിരിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അഡാർ ഐറ്റം. അതുപോലെ തന്നെ 2 ഐറ്റംസ് മിക്സ് ചെയ്യുന്ന ഈ ഐറ്റത്തിന്റെ പേരാണ് ഗാലക്സി ഗ്രേപ്പ്. പിന്നെ നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം മിക്സ് ഷേക്ക് അല്ലെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ. മാങ്ങയും അവക്കാഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ കാണുന്ന സിത്താര. കൂട്ടത്തില് മസ്റ്റ് ട്രൈ എന്ന് തോന്നിയിട്ടുള്ളത് ഈ കാണുന്ന മാംഗോ മസ്താനിയാണ്. ഈ ജ്യൂസ് ഒക്കെ വൈകുന്നേരം 3 മണി മുതൽ പുലർച്ചെ 3 മണി വരെ ഉണ്ടാവും. ഇപ്പൊ മാർക്കറ്റൊക്കെ വൻ ഡള്ളാണ്. പൊതുവെയുള്ള കച്ചവടത്തിനടുത്തേക്ക് എത്തുന്നേ ഇല്ല. കാരണം മഴ മാത്രമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോ സ്കൂളൊക്കെ തുറന്നതല്ലേ, സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോക്കറ്റ് കാലിയായി നിൽക്കുന്ന അവസ്ഥയാണ്. ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കും പഴയ ലെവലിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത്. ഇപ്പോ പല ഹോട്ടലിലും കൂടുതലായിട്ടുള്ള ആൾക്കാർ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നവരും വരുന്നവരുമാണ്. അമ്പലത്തിലേക്ക് പോകുന്നവര് പച്ചക്കറി മാത്രമാണ് കഴിക്കുക. അതുകൊണ്ട് തന്നെ പച്ചക്കറിയിൽ 2-3 ഐറ്റംസ് കൂട്ടണം എന്നാണ് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഹോട്ടലിലെ കച്ചവടം കുറയുമ്പോൾ അത് നല്ല രീതിയിൽ ബാധിക്കും. 10-12 സ്റ്റാഫുകളുടെ സാലറി, അതുപോലെ തന്നെ റെന്റ് എല്ലാം അടങ്ങുന്ന ഫിക്സ്ഡ് എക്സ്പെൻസ്. നമ്മൾ ഒരു നോർമലി പ്രതീക്ഷിക്കുന്ന കച്ചവടത്തിന് കണക്കായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക. കച്ചവടം കുറയുമ്പോൾ അത്രയും ഫുഡ് നമ്മൾ കളയേണ്ടി വരും. ഇതൊക്കെ ഹോട്ടൽ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇത് പറയുന്നത് പുതുതായി ഇത് തുടങ്ങാൻ പോകുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള 9ഓളം വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ അക്കൗണ്ട് കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഗ്യാസിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഏകദേശം 1 മാസത്തിന്റെ മുകളിൽ നമ്മൾ പൂട്ടിയിട്ടതിന് ശേഷമാണ് തുറന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഓപ്പൺ ചെയ്തപ്പോൾ മുന്നത്തേനേക്കാളും വലിയ രീതിയിൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. 1500 എടുത്തുകൊണ്ടിരുന്ന ഗ്യാസിന്റെ റേറ്റ് 3500. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം 1 അല്ലെങ്കിൽ 1.5 ഗ്യാസ് വരെ വേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 2000 അല്ലെങ്കിൽ 2500 രൂപയുടെ വ്യത്യാസം വന്നു. ഒരു മാസം 75,000 മിനിമം. ബീഫിനാണെങ്കിൽ 60 രൂപയുടെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. 20 കിലോക്ക് അടുത്തൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം 1000 രൂപയുടെ എക്സ്ട്രാ ചെലവ് വന്നു. ചിക്കനിലും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ചിക്കന്റെ വില കൂടിയും കുറഞ്ഞു നിൽക്കും. പക്ഷെ ബീഫിന്റെ വിലയാണെങ്കിൽ കൂടിയാൽ പിന്നെ കുറയാനുള്ള സാധ്യതയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ റീഓപ്പൺ ചെയ്യുന്നതിന് മുൻപായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ 1 ലക്ഷം രൂപക്ക് കൂടുതൽ എക്സ്ട്രാ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നമ്മളെ ഐറ്റംസിനൊക്കെ ചെറിയ രീതിയിൽ റേറ്റിൽ വ്യത്യാസം വരുത്തിയത് കൊണ്ട് ഈ പറഞ്ഞ എക്സ്ട്രാ എക്സ്പെൻസ് ഒരു 3/4 ഭാഗം മേക്കപ്പ് ചെയ്ത് പോകും. നമ്മളെ ഷോപ്പ് അറിയുന്നവർക്കൊക്കെ. അല്ലാത്തവർക്ക് സ്പീഡ് പോകുമ്പോൾ പെട്ടെന്ന് കണ്ണു പിടിക്കണം എന്നില്ല. അതിനൊരു ലൈറ്റ് ബോർഡ് എക്സ്ട്രാ വെക്കാനുള്ള പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വക്കാറോയിൽ കാര്യം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ അബൂക്കാസ് തട്ടുകടയുടെ ലൊക്കേഷൻ അറിയാത്തവർക്കായിട്ട് കൂത്തുപറമ്പിൽ നിന്ന് എയർപോർട്ട് റോഡിൽ പഴയ നേരത്ത് SBIന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്.